സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്തോ സംഭവിക്കുന്നുണ്ട്. ആനന്ദന്റെ അടുത്ത് പോണോന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്നെയും കൂട്ടി ഇവിടെ വന്നത്. ഇവിടെ എത്തിയപ്പോഴാ സ്വർണം പണയം വെക്കാൻ പോകുന്നു ഞാൻ അറിഞ്ഞത്. കുഞ്ഞമ്മേ, എനിക്കെന്റെ ഗേട്ടന് വേണ്ടിയാ അച്ഛനത് ചെയ്യാൻ തീരുമാനിച്ചത്. ദയവേത് കുഞ്ഞമ്മ ഞങ്ങളുടെ പ്രതീക്ഷ തകർക്കരുത്. മോളെ, നീ എന്റെ മരിച്ചുപോയ ലക്ഷ്മിയുടെ മൂത്ത മകളാ. നീ എന്റെ സ്വന്തം മകള് തന്നെയല്ലേ. നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊന്നും ഞാൻ കാരണം തകർന്നു പോവില്ല. കുഞ്ഞമ്മയ്ക്കും ചെറിയച്ഛനും ഇങ്ങോട്ട് വരാൻ തോന്നിയത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാ മതി. അപ്പൊ അമ്മയുടെ ആഭരണങ്ങൾ പണയം വെക്കാൻ കുഞ്ഞമ്മയും തമ്പായി അങ്ങൊന്നും അച്ഛന് അനുവാദം കൊടുക്കൂ? ഞങ്ങൾ അനുവദിച്ചാലും ആ ആഭരണങ്ങൾ പണയപ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അമ്പിളി. അതൊക്കെ അന്നേ ചെറിയച്ഛൻ വിശദമായിട്ട് പറഞ്ഞതല്ലേ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും കുഞ്ഞമ്മേ? വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ പോലും അറിയാതെ അച്ഛൻ അത് ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാം കുഞ്ഞമ്മയ്ക്ക് അറിയാം അമ്പിളി. അനന്തേട്ടന്റെ ധർമ്മസങ്കടം മനസ്സിലായതുകൊണ്ടാ നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്കും രഘുവിനും രക്ഷപ്പെടാനുള്ള വഴി കുഞ്ഞമ്മ ഉണ്ടാക്കി തരാം. അമ്മയുടെ ആഭരണങ്ങള് അതിനുവേണ്ടി പണയം വെക്കേണ്ട കാര്യമില്ല. അതെല്ലാ മക്കൾക്കും തുല്യമായിട്ട് പങ്കുവെച്ചു കൊടുക്കാൻ നീ അച്ഛനോട് പറയണം. കുഞ്ഞമ്മേ, അത് ലക്ഷ്മിയുടെ ആത്മാവ് ആഗ്രഹിക്കുന്നതും അതാ മോളെ. നിനക്ക് കിട്ടുന്ന ആഭരണം നീ തറവാട്ടിലോട്ട് കൊണ്ടുവാ. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. അതുപോരെ? അത് എനിക്ക് വെറും 20 പവനല്ലേ കിട്ടൂ കുഞ്ഞമ്മേ. അത് തറവാട്ടിലേക്ക് കൊണ്ടുവന്ന അല്ല കുഞ്ഞമ്മ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പണം തരുമോ? തരാം. അത് സ്വർണത്തിന്റെ മൂല്യം നോക്കിയല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. ഞാൻ തരുന്ന പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത രഘു രക്ഷപ്പെടും. അന്ന് ആ പണം എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് നീ നിന്റെ അമ്മയുടെ സ്വർണം തിരിച്ചെടുത്തോണ്ട് പോണം. എന്താ? കുഞ്ഞമ്മ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. പിന്നീട് ഞാൻ നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ഉറപ്പല്ലേ? വാ, ഇരിക്ക്. നിനക്ക് കുഞ്ഞമ്മയെ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. നിന്നെ രക്ഷിക്കാനല്ലാതെ നിന്നെ തകർക്കാൻ വേണ്ടി കുഞ്ഞമ്മ ഇവിടം വരെ വന്നിത് പറയുന്നു തോന്നുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് കുഞ്ഞമ്മയെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാനൊരു ഭാഗ്യം കെട്ടവളാ. എന്തോ അവസാന നിമിഷം കൈവിട്ടു പോകുന്നതാ എന്റെ നിർഭാഗ്യം. ഈ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നിന്റെ കുഞ്ഞമ്മയുടെ വാക്കാ. ഈ വാക്ക് ഞാൻ ഒരിക്കലും മാറ്റില്ല. ശരി, ഞാൻ സമ്മതിച്ചു കുഞ്ഞമ്മേ. അച്ഛനും ഇതറിയുമ്പോ ആശ്വാസാവും. അച്ഛനോട് സ്വർണം പണയം വെക്കേണ്ടെന്നും അത് 5 മക്കൾക്കും തുല്യമായിട്ട് പങ്കുവെക്കണമെന്നും മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊന്നും ആരും അറിയണ്ട. അത് നമ്മുടെ മനസ്സിലിരുന്നാ മതി. എന്താ? അങ്ങനെ എത്രയെത്ര കഥകൾ. കല്യാശ്ശേരി തറവാടിന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും സംരക്ഷിച്ചവരൊക്കെ അഭിവൃദ്ധിപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അത് ലംഘിച്ചവരൊക്കെ അധപ്പതിച്ചു പോയിട്ടേ ഉള്ളൂ. അനന്തന്റെ കാര്യം തന്നെ നോക്ക്. ലക്ഷ്മിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോന്നിട്ട് ആ പടി ചവിട്ടാൻ 30 വർഷം വേണ്ടി വന്നില്ലേ? ലക്ഷ്മിക്ക് അതിനുള്ള ആയുസ്സും ഉണ്ടായില്ല. അകാല വിയോഗത്തെക്കാൾ വലിയ ദുഃഖം വേറെ എന്തുണ്ട്? അതൊന്നും ഇനി ഈ കുടുംബത്തിൽ ആവർത്തിക്കാതിരിക്കാനായിരിക്കും കുലദൈവങ്ങൾ ഒരു നിയോഗം പോലെ ഞങ്ങളെ ഈ വീട്ടിലേക്ക് അയച്ചത്.
അനന്തേട്ടാ, അമ്പിളിയോട് ഞാൻ സംസാരിച്ചു. ഇവക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. മോളെ അമ്പിളി, പാരമ്പര്യവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാ ഈ അച്ഛൻ. പക്ഷേ പെൺമക്കളുടെ സന്തോഷത്തിനും സമാധാനത്തിനും അപ്പുറമൊന്നുമല്ല അച്ഛന് മറ്റൊന്നും. നിനക്കും രഘുവിനും വേണ്ടി അച്ഛൻ ഇപ്പോഴും ലക്ഷ്മിയുടെ ആഭരണങ്ങൾ പണയപ്പെടുത്താൻ തയ്യാറാ. നീ പറഞ്ഞ അച്ഛനത് ചെയ്തിരിക്കും. വേണ്ടച്ച, ഈ കുടുംബത്തിനും അമ്മയുടെ തറവാട്ടിനും ദോഷം വരുന്നതൊന്നും അച്ഛൻ ചെയ്യണ്ട. അമ്മയുടെ ആഭരണങ്ങള് അച്ഛന്റെ 5 മക്കൾക്കും തുല്യമായി അവകാശപ്പെട്ടതാ. അതച്ഛൻ എല്ലാവർക്കുമായിട്ട് പങ്കിട്ടു കൊടുത്താൽ മതി. എനിക്കും രഘുവേട്ടനും ദൈവം വേറെന്തെങ്കിലും വഴി കാണിക്കും. ഞങ്ങൾക്ക് അത് മതി അച്ഛാ. ശരി, അമ്മയുടെ മൂത്ത മകളായ നീ തന്നെയാ ഇതിൽ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. കുഞ്ഞമ്മയുടെ ഉപദേശം കേട്ട് നീ അതിന് തയ്യാറായല്ലോ. അച്ഛന് ആശ്വാസമായി അമ്പിളി, ആശ്വാസായി. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങ് അടുത്തു വാ. വാ മക്കളെ, വാ വാ, ദേവാ. എല്ലാരും വാ, നമുക്ക് അമ്മയോടൊന്ന് സംസാരിക്കാം. ലക്ഷ്മി, ആഗ്രഹം ഉണ്ടായിട്ടും എനിക്കെടുക്കാൻ കഴിയാത്ത തീരുമാനം നമ്മുടെ മൂത്ത മകൾ എടുത്തിരിക്കുന്നു. നിന്റെ ആഭരണങ്ങൾ നിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ 5 മക്കളുടെയും കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പോവാ. ഇനി ആ പാരമ്പര്യം അവര് തുടരട്ടെ.